ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടത്തിന് അവസാന ദിവസമാണിന്ന്. നമ്മളിന്ന് രാവിലെ 8 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 8 മത്സരാർത്ഥികളാണുള്ളത്. ഈ 8 മത്സരാർത്ഥികളിൽ നിന്ന് 1-2 മത്സരാർത്ഥികളാകും ഈ ആഴ്ചയിൽ പുറത്തു പോകുന്നത്. ശനിയാഴ്ച ലാലേട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞ ഉടൻ നമ്മുടെ ചാനലിൽ കൂടെ ആരാണ് പുറത്തു പോകുന്നതെന്ന് വ്യക്തമായി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം ഇന്ന് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് കൂടെ ഈ വീഡിയോയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് രാവിലെ 8 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോൾ ഇപ്പോൾ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ രേണുസുതിയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയെങ്കിലും ഇപ്പോൾ വളരെയധികം വോട്ടിൻ്റെ ഒരു അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 10,356 വോട്ട് നേടി 1-ാം പൊസിഷനിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 2-ാം പൊസിഷനിൽ രേണുസുതി തന്നെയാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിൽ 1-ാം പൊസിഷനിൽ വന്നെങ്കിലും പിന്നീട് ഒന്ന് കാലിടറി പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ 2-ാം പൊസിഷനിൽ 10,156 എന്ന നല്ലൊരു വോട്ട് നേടി 2-ാം പൊസിഷനിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് രേണുസുതി. 3-ാം പൊസിഷനിൽ ജിസേൽ തക്രാളാണ്. ജിസേൽ നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വളരെയധികം പിന്നിൽ പോയിരുന്ന മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ പ്രകടനത്തെ ആസ്പദമാക്കി 9,080 വോട്ട് എന്ന കൂറ്റൻ വോട്ട് നേടി 3-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 4-ാം പൊസിഷനിൽ ആര്യനാണുള്ളത്. വളരെയധികം വോട്ടിങ്ങിൻ്റെ ഒരു കുറവാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്നിരുന്നാൽ കൂടെ ആര്യൻ ഇപ്പോൾ 4-ാം പൊസിഷൻ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 7,325 വോട്ടാണ് ഉള്ളത്. 5-ാം പൊസിഷനിൽ ശാരികയാണ് കയറി വന്നിരിക്കുന്നത്. ശാരികയ്ക്ക് 6,700 വോട്ടാണ് നേടാൻ സാധിച്ചത്. ശൈത്യയെ അട്ടിമറിച്ചുകൊണ്ടാണ് ശാരിക ഇപ്പോൾ 5-ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. വരുമണിക്കുള്ള വോട്ടും വളരെ നിർണായകമാണ്. 6-ാം പൊസിഷനിൽ ശൈത്യ സന്തോഷമാണ് ഉള്ളത്. 6,697 വോട്ട് നേടിയാണ് 6-ാം പൊസിഷനിലേക്ക് വീണു പോയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും ഇപ്പോൾ ഒരു ഡേഞ്ചർ പൊസിഷനാണ് ഉള്ളത്. എന്തായാലും വരുമണിക്കൂറുള്ള വോട്ടിംഗ് വളരെ നിർണായകമാണ് ശൈത്യയ്ക്ക്. 7-ാം പൊസിഷനിൽ മുൻഷി രഞ്ജിത്താണ് ഉള്ളത്. തുടക്കം മുതലേ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു മുൻഷി രഞ്ജിത്ത്. ഇപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെയാണ് തുടരുന്നത്. 5,878 വോട്ട് നേടിയാണ് 7-ാം പൊസിഷനിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. 8-ാം പൊസിഷനിൽ നെവിൻ തന്നെ തുടരുകയാണ്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥി കൂടിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് കുറച്ചധികം വോട്ടിൻ്റെ ഒരു മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. 5,189 വോട്ടാണ് നെവിൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. എന്തായാലും വരുമണിക്കൂറുള്ള വോട്ടും വളരെ നിർണായകമാണ്. ഇപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെ നെവിൻ തുടരുകയാണ്. താങ്ക്